ഹലോ എവരിവൺ, വെൽക്കം ടു അവർ ന്യൂ വീഡിയോ. ഒരു ചെറിയൊരു ഇൻഫർമേഷൻ പാസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇലക്ട്രീഷ്യൻ അഗ്രികൾച്ചർ ഡെവലപ്മെൻറ്റ് ആൻഡ് ഫാർമേഴ്സ് വെൽഫെയർ ഡിപ്പാർട്ട്മെൻറ്റിൽ ഇലക്ട്രീഷ്യൻ പോസ്റ്റിൻ്റെ ഒരു നോട്ടിഫിക്കേഷൻ പുറത്തു വന്നിട്ടുണ്ട്. 45/2024 എന്ന കാറ്റഗറി നമ്പറാണ്. ഇപ്പം പല ഡിപ്പാർട്ട്മെൻറ്റുകളിലും ഇലക്ട്രീഷ്യൻ്റെ പോസ്റ്റുകൾ ഇഷ്ടംപോലെ വരാറുണ്ടല്ലേ. അപ്പോൾ നിങ്ങൾ ഒരു എക്സാമിന് വേണ്ടി പഠിക്കുകയാണെങ്കിൽ വളരെ ലാഭമാണ്. നിങ്ങൾക്ക് കുറേയധികം പരീക്ഷകൾ എഴുതാൻ വേണ്ടി പറ്റും. സോ അത്തരത്തിലുള്ള ഒരു ഇലക്ട്രീഷ്യൻ പോസ്റ്റിനെ കുറിച്ച് പറയാനാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ പോകുന്നത്. തുടങ്ങിയാലോ? സോ കാറ്റഗറി നമ്പർ 45/2024. ഡിപ്പാർട്ട്മെൻറ്റ് ഏതാണ്? അഗ്രികൾച്ചർ ഡെവലപ്മെൻറ്റ് ആൻഡ് ഫാർമേഴ്സ് വെൽഫെയർ ഡിപ്പാർട്ട്മെൻറ്റ്. നെയിം ഓഫ് ദി പോസ്റ്റ് ഇലക്ട്രീഷ്യനാണ്. സാലറി ഓഫ് പേ 25,000 മുതൽ 57,900 വരെ. ഇത് ഡിസ്ട്രിക്റ്റ് വൈസ് ആയിട്ടുള്ളൊരു എക്സാമാണ് കേട്ടോ. അതായത് ജില്ലാ അടിസ്ഥാനത്തിലായിരിക്കും ഇതിൻ്റെ പോസ്റ്റിംഗ് ഉണ്ടാവുക. നിലവിൽ പാലക്കാട്, മലപ്പുറം, കണ്ണൂർ ജില്ലകളിലാണ് ഈ ഒരു വേക്കൻസികളുള്ളത്. ആൻറ്റിസിപ്പേറ്റഡ് വേക്കൻസികളാണ്. നിലവിൽ വേക്കൻസികൾ എത്രയാണെന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടില്ല. ഇനി വരാൻ വേണ്ടി പോകുന്ന 3 വർഷത്തേക്കുള്ള ലിസ്റ്റ് ആണെങ്കിൽ ആ വേക്കൻസികൾ മൊത്തം ഈ ഒരു ലിസ്റ്റിൽ നിന്നായിരിക്കും വരുന്നുണ്ടാവുക. സോ എന്ത് ചെയ്യുക? നിങ്ങൾ ഓൾറെഡി ട്രേഡ്സ്മാൻ എക്സാമിന് വേണ്ടിയിട്ടും അല്ലെങ്കിൽ ഇലക്ട്രീഷ്യൻ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടും അല്ലെങ്കിൽ ഓവർസിയർ ഗ്രേഡ് 2നും ഇൻസ്ട്രക്ടർ പോലെയുള്ള പരീക്ഷകൾക്കൊക്കെ വേണ്ടി പഠിക്കുന്ന ആൾക്കാരായിരിക്കും അല്ലേ. അപ്പോൾ എന്ത് ചെയ്യുക? ഇത് കണ്ടിന്യൂ ചെയ്യുക. ഏതെങ്കിലും ഒരു പരീക്ഷ എഴുതി കഴിഞ്ഞാൽ ഇനി ഏപ്രിൽ 30 നമുക്കൊരു ട്രേഡ്സ്മാൻ എക്സാം വരുന്നുണ്ടല്ലോ, ഒരു കോമൺ എക്സാം വരുന്നുണ്ടല്ലേ. സോ ആ എക്സാം കഴിഞ്ഞിട്ടും നിങ്ങൾ എന്ത് ചെയ്യണം? ഈ പ്രിപ്പറേഷൻ കണ്ടിന്യൂ ചെയ്യുക. സപ്പോസ് മാർക്ക് കുറഞ്ഞവരാണെങ്കിൽ ഏത് ഭാഗത്താണ് നിങ്ങളുടെ മാർക്ക് കുറഞ്ഞത്, അത്തരം കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് കുറച്ചുകൂടി ഒന്ന് കൂടുതൽ പഠിച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ കുറേ PYQs ഒക്കെ അധികമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടാവുന്ന ഒരു പോസ്റ്റ് തന്നെയാണ് ഇലക്ട്രീഷ്യൻ പോസ്റ്റ്. ദെൻ ഇതിന് പഠിക്കുന്നത് ഒരിക്കലും ഒരു നഷ്ടമാവില്ല കേട്ടോ. കാരണം മിക്കവാറും എല്ലാ ഗസറ്റ് നോട്ടിഫിക്കേഷനിലും മിനിമം ഒരു ഇലക്ട്രീഷ്യൻ പോസ്റ്റ് അല്ലെങ്കിൽ ഒരു ഇലക്ട്രീഷ്യൻ തസ്തിക എന്നുള്ള രീതിയിലെങ്കിലും സാധാരണയായിട്ട് ഈ പരീക്ഷകൾ വരാറുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യുക? പ്രിപ്പറേഷനിൽ ഉള്ള ആൾക്കാരാണെങ്കിൽ അത് കണ്ടിന്യൂ ചെയ്യാം. ദെൻ അതിൻ്റെ ക്വാളിഫിക്കേഷൻ പാസ് ഇൻ SLC ഓർ ഈക്വലൻ്റ് ക്വാളിഫിക്കേഷൻ. ദെൻ NTC സർട്ടിഫിക്കറ്റ് in the trade of electrician obtained after a course of 2 years training in the industrial training institution. ITIയിൽ NTC സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. 2 വർഷത്തെ കോഴ്സ് ഇലക്ട്രീഷ്യനിൽ നിന്നും കോഴ്സ് ചെയ്തിരിക്കണം അല്ലേ. അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് ഇൻ ദി ട്രേഡ് ഓഫ് ഇലക്ട്രീഷ്യൻ ഒബ്റ്റൈൻഡ് ആഫ്റ്റർ 18 month കോഴ്സ് ഇൻ ദി ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് വിത്ത് 6 months in പ്ലാൻ ട്രെയിനിങ്. ഇനി ഈക്വലൻ്റ് ക്വാളിഫിക്കേഷൻ അഡ്മിറ്റഡ് ഇൻ ദി പ്രീവിയസ് സെലക്ഷൻ. മുൻപത്തെ സെലക്ഷനുകളിൽ ഈക്വലൻ്റ് ക്വാളിഫിക്കേഷനായിട്ട് പറഞ്ഞിരിക്കുന്ന ക്വാളിഫിക്കേഷൻ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം കേട്ടോ. അതിൽ NTC ഇലക്ട്രീഷ്യന് ഈക്വലൻ്റ് അല്ലെങ്കിൽ ഹയർ ക്വാളിഫിക്കേഷനായിട്ട് പോളിടെക്നിക് ഡിപ്ലോമ ഇൻ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്. ദെൻ NCVT സർട്ടിഫിക്കറ്റ് ഇലക്ട്രീഷ്യൻ, BTech ട്രിപ്പിൾ, ദെൻ BE ട്രിപ്പിൾ, ദെൻ MTech ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. സോ എന്ത് ചെയ്യുക? നിങ്ങൾ നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ നോക്കിയിട്ട് കൃത്യമായിട്ട് കൊടുക്കുക, അപ്ലൈ ചെയ്യുക. നിലവിൽ നിങ്ങളുടെ പ്രൊഫൈൽ PSCയുടെ പ്രൊഫൈലിൽ ഈ ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടാവില്ല. മിക്കവാറും അടുത്ത ദിവസങ്ങളിൽ നമുക്ക് എന്ത് ചെയ്യാം? എക്സ്പെക്റ്റ് ചെയ്യാം കേട്ടോ. സോ ഈ ഒരു പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ, നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മളെ ചാനലിൽ നിലവിലൊരു ട്രേഡ്സ്മാൻ ഇലക്ട്രിക്കലിൻ്റെ കോഴ്സ് റൺ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. സൗജന്യമായിട്ട് നൽകുന്നൊരു കോഴ്സാണ്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം? അതൊരു പ്ലേലിസ്റ്റ് ആയിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് പോയിട്ട് ചെക്ക് ചെയ്യാം. ഞാൻ ഈ പറയുന്ന വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് ഇടാം. താല്പര്യമുള്ളവർ കണ്ടു നോക്കുക. ഈ കോഴ്സ് തന്നെയാണ് നിങ്ങൾക്ക് ഏതൊരു ലൈൻമാൻ, ഇലക്ട്രീഷ്യൻ, ഓവർസിയർ ഗ്രേഡ് 2, ട്രേഡ്സ്മാൻ ഇലക്ട്രിക്കൽ അത്തരത്തിലുള്ള ITI യോഗ്യതയിലുള്ളതോ അല്ലെങ്കിൽ ITI പ്ലസ് എക്സ്പീരിയൻസ് പറയുന്ന എല്ലാ പരീക്ഷകൾക്കും നിങ്ങൾക്ക് യൂസ്ഫുള്ളായിട്ട് ഉപയോഗിക്കാൻ വേണ്ടി പറ്റുന്ന ഒരു കോഴ്സാണിത്. നിലവിൽ ഞാനൊരു 4ഓളം പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വളരെ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കുറേ കണ്ടന്റുകളും പറഞ്ഞിട്ടുണ്ട്, തിയറിയും പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം? കണ്ടു നോക്കാം കേട്ടോ. സോ ആദ്യമായിട്ട് ഈ ഒരു വീഡിയോ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഏതെങ്കിലും ITI പരീക്ഷകൾക്ക്, ഏതെങ്കിലും ഇലക്ട്രീഷ്യൻ അല്ലെങ്കിൽ ഓവർസിയർ ഗ്രേഡ് 2 ട്രേഡ്സ്മാൻ പരീക്ഷകൾക്ക് വേണ്ടിയിട്ട് പഠിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അല്ലേ? സോ നമ്മുടെ ട്രേഡ്സ്മാൻ ഇലക്ട്രീഷ്യൻ്റെ ഫസ്റ്റ് വീഡിയോ 8000 വ്യൂസ് ക്രോസ് ചെയ്തിട്ടുണ്ട്. യൂട്യൂബിൽ തന്നെ ഏറ്റവും കൂടുതൽ റെസ്പോൺസ് വന്നിട്ടുള്ള, ഏറ്റവും കൂടുതൽ വ്യൂസ് വന്നിട്ടുള്ള ഒരു വീഡിയോ ആണ്. താല്പര്യമുള്ളവർ കണ്ടു നോക്കുക കേട്ടോ. സോ അത്രയേ ഉള്ളൂ. നമുക്ക് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാം. കൂടുതൽ വിശേഷങ്ങളുമായിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക്